വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. ഞാൻ മനസ്സിലാക്കുന്നത് വിപിൻ നിൽക്കുന്നത് മാത്തൂർ പഞ്ചായത്തിലാണ്. മാത്തൂർ പഞ്ചായത്തിൽ അവിടെ ഇന്ന പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അതിശക്തമായ രാഷ്ട്രീയ പോയി നടന്ന സ്ഥലമാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് വോട്ടർമാരുടെ നിര തന്നെയാണോ രാവിലെ? അതെ അശ്മി, നീണ്ട നിര തന്നെയാണ്. മാത്തൂർ പഞ്ചായത്തിലെ ചെങ്ങണിയൂർ സ്കൂളിലാണ് ഉള്ളത്. 6 ബൂത്തുകൾ ഇവിടെ തന്നെയാണ്. മാത്തൂർ പഞ്ചായത്തിലാകെ 22 ബൂത്തുകളാണ്. വലിയ രീതിയിൽ LDF ആയാലും UDF ആയാലും വോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിരാവിലെ മുതൽ തന്നെ പരമാവധി വോട്ടർമാരെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഏജന്റുമാരുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5:45 എത്തിയ ആ ഒരു സമയം മുതൽ തന്നെ ആളുകൾ ക്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. 7 മണിക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു തിരക്ക് കാണാൻ കഴിയും. ഒരു ഒക്കെ തന്നെ പരമാവധി ആളുകളെ കൂടി ഇവിടേക്ക് എത്തിക്കുന്നതിനൊരു ശ്രമമാണ്. അതിരാവിലെ എത്തിയല്ലോ അല്ലേ? അതെ, എത്തി. ആദ്യം തന്നെ വോട്ട് ചെയ്ത് മടങ്ങാന്നാണോ? അതെ അതെ അതെ. എല്ലാ തവണയും ഫസ്റ്റിൽ വന്ന് ചെയ്യും. ആദ്യം വന്ന് ചെയ്യും. ക്യൂ നിൽക്കുന്നില്ലേ? നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ തന്നെ ആളുകളൊക്കെ എത്തിയിരിക്കുകയാണ് മാത്തൂർ പഞ്ചായത്തിലും. ഈ 22 ബൂത്തുകൾ പല പല ഭാഗങ്ങളിലായിട്ടാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്തു മടങ്ങുക എന്നുള്ളതാണ്. പലരും ജോലി മാത്തൂരാണ് ഉള്ളത്. മാത്തൂരാണ് വിപിൻ സി വിജയൻ ഉള്ളത്. മാത്തൂര്, പിരായിരി, കണ്ണാടി. പിരിയാരി എന്ന് പറയും, പ്രായിരി എന്ന് പറയും. അവിടുത്തെ ആൾക്കാർ മിക്കവാറും പറയാം പ്രായിരി എന്നാണ് പറയുക. എന്തായാലും പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകൾ. മാത്തൂർ എന്നുള്ളത് LDF മേൽക്കൈയുള്ള ഇടമാണ്. അപ്പോൾ ഈ ബൂത്തിൽ ഇപ്പോൾ തന്നെ നീണ്ട ക്യൂ എന്നുള്ള ഒരു പക്ഷേ LDF പ്രതീക്ഷ നൽകുന്നതാണോ നമുക്കറിയാം. ഒരു ചെറിയ മേൽക്കൈ LDF. ഞാൻ പറഞ്ഞത് മാത്തൂരും കണ്ണാടിയും പിരായിരയിലെയും രാഷ്ട്രീയ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിയതമായ ഒരു രാഷ്ട്രീയ പാറ്റേൺ ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ നിയതമായ രാഷ്ട്രീയ പാറ്റേൺ അനുസരിച്ചാകുമ്പോൾ വോട്ടുണ്ടാവുക എന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ പഞ്ചായത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ വോട്ട് ഡിവിഷനൊക്കെ നമ്മുടെ പക്കലുണ്ട്. അത് പക്ഷേ ഇപ്പോൾ പറയാത്തതിന് കാരണം അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് വിലപ്പോകുമോ എന്നുള്ളതാണ്. എന്തായാലും മാത്തൂര് മാത്രമല്ല, പിരായിരി, കണ്ണാടിയുള്ള ഒട്ടുമിക്ക എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ 5:05 ആകുമ്പോഴേക്കും വോട്ടർമാർ എത്തുന്നുവെങ്കിൽ അതൊരു സൂചനയാണ്. അത് പോളിംഗ് ശതമാനം വർധനയുടെ സൂചനയാണോ എന്നത് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാനുമാകും.